നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ CPIM മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി നിലമ്പൂർ നിയോജക മണ്ഡലം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച് തോട്ടം തൊഴിലാളികളെയും പാവപ്പെട്ട മനുഷ്യരെയും സംഘടിപ്പിച്ച് പാർട്ടിയും പ്രസ്ഥാനവും സജീവമായി മുന്നോട്ടേക്ക് വന്ന ഒരു ഭൂതകാല ചരിത്രവും വർത്തമാന അന്തരീക്ഷവും നിലമ്പൂരിന് പ്രത്യേകതയായിട്ട് ഉണ്ട്. സഖാവ് കുഞ്ഞാലിയെപ്പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവും MLAയും ദാരുണമായ കൊലപാതകത്തിന് ഇരയാവേണ്ടി വന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ആ നിലമ്പൂർ നിയോജകമണ്ഡലം വർത്തമാന പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയുള്ള ഒരു മണ്ഡലമായിട്ട് നിൽക്കുകയാണ്. അവിടെ CPIM-ൻ്റെയും CPIM പിന്തുണക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുമെല്ലാം ജയിക്കുകയും ചിലപ്പോഴൊക്കെ തോൽക്കുകയും ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ മണ്ഡലം. ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റിൽ സ്വതന്ത്രനായി രണ്ടാമത് മത്സരിച്ച അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റ നൽകി UDF-ൻ്റെ ഒപ്പം പോയ ചിത്രം കഴിഞ്ഞ കുറച്ചു മാസക്കാലം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് ദേവദാസിനെ പോലെ ഒറ്റുകൊടുത്ത് UDF-ൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ദയനീയമായ ചിത്രം കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവായി എറിയുകയാണ് എന്ന ആരോപണമാണ് UDF-നെ പറ്റി, അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചന വരെ നടക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് വീണ്ടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.